ജെയിംസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫാമിലി ട്രിപ്പാണ്. തീർത്ഥയാത്രയും ഉല്ലാസയാത്രയും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇന്നത്തേത്. പുണ്യഭൂമിയായ പമ്പ, നിലയ്ക്കൽ എക്യൂമിനിക്കൽ ചർച്ച്, വിനോദ കേന്ദ്രങ്ങളായ തണ്ണിത്തോട് കുട്ടവഞ്ചി, മണ്ണീറ വെള്ളച്ചാട്ടം എന്നിവയാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ശബരിമല റൂട്ടിൽ വനമേഖലയിലൂടെയുള്ള യാത്രയായതിനാൽ അവിടെയായി ഒറ്റപ്പെട്ട ചെറിയ ഹോട്ടൽസുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വനത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതും കൂടി കണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തുടക്കത്തിൽ കണ്ട ഒരു ഹോട്ടലിൽ നിന്ന് കയറി. പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വലിയ മെച്ചമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങളിവിടെ കയറിയത്. എന്നിരുന്നാലും തട്ടിമുട്ടി പോയി ഇടിയപ്പവും പൊറോട്ടയും മുട്ടക്കറിയും ഗ്രീൻ പീസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അങ്ങനെ ഞങ്ങൾ പമ്പയിലേക്കുള്ള യാത്ര തുടരുകയാണ്. വനത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. കുറേ നേരത്തെ ഇരുന്നുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് നടുനിവർത്താനായി വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി. ന്യൂജൻ കുട്ടികൾക്ക് കാട് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളെപ്പോലെ പ്രായമുള്ളവരൊക്കെ കാടും കാടിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അട്ടത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം വലിയ അട്ടകളെ കാണാൻ സാധിച്ചു. പെരുമാളട്ട എന്നിട്ടാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ റിലാക്സേഷന് ശേഷം ഞങ്ങൾ വാഹനത്തിലേക്ക് മടങ്ങുകയാണ് യാത്ര തുടരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പമ്പയോട് അടുക്കുകയാണ്. പമ്പയിലെ പഴയ KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പമ്പ എത്തിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ അയ്യപ്പൻ പുലിപ്പുറത്ത് വരുന്ന ഒരു സ്റ്റാച്യു ആണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നത് പുണ്യനദിയായ പമ്പയാണ്. അങ്ങനെ എത്തിച്ചേരുന്നത് ഗണപതി ക്ഷേത്രത്തിന് താഴെയുള്ള വിശാലമായ ഗ്രൗണ്ടിലേക്കാണ്. അവിടെ ഒരു ഭാഗത്തായി ഞങ്ങൾ വണ്ടി ഒതുക്കി. സാധാരണ വാഹനങ്ങൾക്ക് എത്താവുന്ന ശബരിമലയുടെ ഏറ്റവും അടുത്ത പ്രദേശമാണ് പമ്പ. അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടുമുകളിലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം നടന്നു കയറുകയാണ്. ട്രാക്ടറുകൾ ഇഷ്ടം പോലെ മുകളോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു മുകളിലേക്ക് ചെന്നപ്പോൾ പത്രക്കാരുടെ ഒരു നീണ്ട നിരയാണ് അവിടെ കാണാൻ സാധിച്ചത്. ആരോ VIP എത്തുന്നതിനോട് അനുബന്ധമായിട്ടാണ് അവരവിടെ തമ്പടിച്ചിരിക്കുന്നത്. എല്ലാ ചാനലുകാരും ഉണ്ട്.
ചില ചാനലുകാർ ലൈവായി റിപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഡിസ്ട്രിക്ട് ജഡ്ജ് സ്പെഷ്യൽ കമ്മീഷണർ ശബരിമലയുടെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് ഗണപതി ക്ഷേത്ര സന്നിധി. ഇവിടെ ഗണപതി പ്രതിഷ്ഠ കൂടാതെ ശ്രീ പാർവതി പ്രതിഷ്ഠ, ശ്രീരാമ പ്രതിഷ്ഠ, ഹനുമാൻ സ്വാമി പ്രതിഷ്ഠ തുടങ്ങിയവയുമുണ്ട്. മുൻപ് 3 മാസത്തോളം ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലിരുന്ന മത്തായിച്ചാൻ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരികയായിരുന്നു. ശബരിമല അയ്യപ്പൻ്റെ ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാച്യുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പന്നികളൊക്കെ ഒറ്റപ്പെട്ട് ആരെയും ഭയക്കാതെ ധൈര്യമായിട്ട് ഇവിടെയൊക്കെ വിഹരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും വീണ്ടും തിരികെ താഴേക്ക് ഇറങ്ങി പമ്പാ നദീ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അയ്യപ്പന്മാർ ഈ പമ്പയിൽ കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ഗണപതി ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥനയ്ക്ക് ശേഷം നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി എന്നിവ കടന്നാണ് ശബരിമല സന്നിധാനത്തിലെത്തുന്നത്. ഗണപതി ക്ഷേത്രമാണ് പമ്പയിലെ പ്രധാന ആരാധനാലയം. ശബരിമലയുടെ ബേസ് ക്യാമ്പായിട്ടാണ് പമ്പ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. ശബരിമല ധർമ്മശാസ്താവിൻ്റെ ആറാട്ട് നടക്കുന്നത് പമ്പാ നദിയിൽ വെച്ചാണ്. പമ്പയിലെ പുണ്യതീർത്ഥത്തിൽ കാലും മുഖവും ഒക്കെ കഴുകി മരത്തണലിൽ ഒരു ചെറിയ വിശ്രമം. ധാരാളം കുരങ്ങന്മാർ ഇവിടെ സർക്കസ് കമ്പനിക്കാരെ വെല്ലുന്ന സർക്കസുമായി ഇവിടെ വെലസി നടക്കുന്നുണ്ട്. അടുത്തതായി ഞങ്ങൾ പമ്പയാറും മണിമലയാറും അച്ചൻകോവിലാറും കൂടി ചേരുന്ന ത്രിവേണി സംഗമത്തിലും ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ പമ്പ സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ നിലയ്ക്കൽ പള്ളിയിലേക്ക് പോവുകയാണ്. യാത്രക്കിടയിൽ ചെറിയൊരു ബ്രേക്ക്. ഇവിടെ കിട്ടും സാറേ. അങ്ങനെ ഞങ്ങൾ നിലയ്ക്കൽ പള്ളിയിലേക്കുള്ള ഇടവഴിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു പോക്കറ്റ് റോഡാണ്. അത് കുറച്ച് കൺജസ്റ്റഡ് ആണ്, കുറച്ചല്ല നല്ല കൺജസ്റ്റഡ് ആണെന്ന് പറയാം. ഇടയ്ക്ക് അരുവികളൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ചുറ്റും മുളങ്കാടുകളാണ് കാണുന്നത്. പള്ളി എത്തുന്നതിന് തൊട്ടു മുമ്പായി നമ്മുടെ തോമസ് ചാൻ സാർ ചെറിയൊരു എക്സ്പ്ലനേഷൻ നൽകുകയാണ്. ഇത് വളരാത്തൊരു കാരണം എല്ലാവർക്കും കൂടെ ഉള്ള അവകാശമാണ്, ഒരു പ്രത്യേക സഭയ്ക്കല്ല. എപ്പിസ്കോപ്പൽ സഭകൾക്കല്ല ഇവിടെ അവകാശം. വർത്തമാനം ജൂലൈ 3 മാത്രം ഇവിടെ കുർബാനയുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തുകയാണ്. പള്ളിയുടെ തൊട്ട് താഴെയുള്ള കുരിശടിയാണ് ഈ കാണുന്നത്.
പള്ളിയുടെ മുറ്റത്തായി ഉള്ളത് ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഓൾറെഡി അവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു. ഉള്ള സ്ഥലത്ത് ഞങ്ങളും പാർക്ക് ചെയ്തു. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പള്ളിയാണിത്. 2020 ഈ പള്ളി പുതുക്കിപ്പണിയുന്നത്. ലോകത്തെ ആദ്യത്തെ എക്യൂമെനിക്കൽ ചർച്ചാണിത്. അതായത് 8 സഭകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു പള്ളിയാണിത്. ജൂലൈ 3 ഇവിടുത്തെ തിരുനാൾ. കൂടുതലായി അച്ഛൻ തന്നെ ഇതിനെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. നിലയ്ക്കൽ പള്ളി നമ്മളെ ഏഴ് അരപ്പള്ളികളെ കുറിച്ച് നമ്മൾ സൺഡേ സ്കൂളിലും കാറ്റഗിസത്തിലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് ഒത്തിരി ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ്. അതിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മദ്ബഹ ലോകത്തിലെ തന്നെ ആദ്യത്തെ എക്യുമെനിക്കൽ ദേവാലയമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. അതായത് നമ്മൾ 8 സഭകളിലെ വിശുദ്ധ കുർബാന ഈ അൾത്താരയിൽ അർപ്പിക്കുന്നത്. ഈ നമ്മുടെ ലോകത്തിൽ തന്നെ ഇന്ന് കേരളത്തിലൊന്നും ഇന്നത്തെ കാലത്ത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മുടെ ജൂലൈ 3 ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ. ജൂലൈ 3 നമ്മുടെ പ്രധാനമായിട്ടും മർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, പിന്നെ അതുപോലെ തന്നെ കാതലിക് തന്നെ. ഞാൻ കാതലിക്കിലെ ഒരു വൈദികനാണ്. സീറോ മലങ്കരയിലെ ആശ്രമത്തിലെ ഒരു വൈദികനാണ്. അപ്പോൾ കാതലിക് തന്നെ സീറോ മലബാർ, മലങ്കര, ലാറ്റിൻ, അതുപോലെ CSI, അജ്ഞാനായ ചർച്ച, ഇങ്ങനെ 8 സഭകളുടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ ദേവാലയമാണിത്. ഇതൊരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിന് ചരിത്രം പറയുകയാണെങ്കിൽ ഒത്തിരി ചരിത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആദ്യം ഈ മാർത്തോമാസ്ലീഹയുടെ സമയത്ത് ഒരു കുരിശ് നമ്മൾ കണ്ടെത്തി. ആ കുരിശ് മാർത്തോമാസ്ലീഹ അവരോട് പ്രാർത്ഥിച്ചിട്ടുള്ള സ്ഥലമാണ് പറയുന്നത്. ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു പമ്പയിലാണ്. ആ സ്ഥലം അതായത് നിലയ്ക്കൽ അമ്പലത്തിൻ്റെ ഒരു ചിറയിൽ നിന്നാണ് ഈ കുരിശ് കണ്ടെത്തിയത്. അപ്പോൾ കുരിശ് കണ്ടെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് 1984 കേരളത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി. നിലയ്ക്കൽ കലാപം എന്ന് പറഞ്ഞ് അതിനകത്ത് നമ്മുടെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളെല്ലാവരും ഇടപെട്ട് നമ്മുടെ സഭ വ്യത്യാസമില്ലാതെ നമ്മുടെ പിതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർന്ന് കൂടിയ ഒരു സമ്മേളനത്തിൽ സർക്കാർ, അന്നത്തെ കരുണാകര സർക്കാർ, 1984 കരുണാകര സർക്കാരാണ്. കരുണാകര സർക്കാർ ഈ അയ്യപ്പൻ്റെ പൂങ്കാവനമാകുന്ന സ്ഥലത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ സഭയിലെ അധ്യക്ഷന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ നിന്ന് മാറി, അതായത് 5.5 ഏക്കർ സ്ഥലം, അവിടെ നിന്ന് ആകാശത്തിന് നോക്കുകയാണ് 3.5 കിലോമീറ്റർ അപ്പുറം, തൊട്ടപ്പുറത്താണ് പമ്പ ശബരിമലയൊക്കെ. അപ്പോൾ അവിടെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ അവിടെ ഇവിടേക്ക് മാറി നമുക്ക് 5.5 ഏക്കർ സ്ഥലം അനുവദിച്ചു. അപ്പോൾ ഇതിന് മുകളിൽ ഒരു കുരിശുമലയുണ്ട്. അവിടെയാണ് തോമസ് ലീഹ വന്ന് പ്രാർത്ഥിച്ചതെന്ന് പറയുന്നത്. ഇവിടെ ഒരു പഴയ പള്ളിയായിരുന്നു. 2021 ഇത് പുതുക്കിപ്പള്ളി. അപ്പോൾ ഇതിൻ്റെ 40 വർഷമായ റൂബി ജൂബിലി ആഘോഷിക്കുകയാണ്. 1984 സ്ഥാപിച്ചതിൻ്റെ 105 വർഷമായതിൻ്റെ 40 വർഷത്തിൻ്റെ ജൂബിലി കഴിഞ്ഞ വർഷം ഈ കേരളത്തിലുടനീളം ഒത്തിരി പ്രോഗ്രാമുകളിലേക്ക് ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. ഇതിനൊക്കെ ട്രസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ട്രസ്റ്റ് നമ്മുടെ 8 സഭകളിലെയും പിതാക്കന്മാരും ഓരോ സഭകളിലെയും 5 അൽമാരെ വെച്ച് ട്രസ്റ്റിലാണ്. ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മർത്തോമയിലെ ഹെഡായിരിക്കുന്ന തേവഡേഷ്യസ് തിരുമേനിയാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ മലങ്കര കാത്തലിക് ജോഷമാർഗ്ഗ തിരുമേനിയാണ്. ഈ സെക്രട്ടറി എന്ന് പറയുന്നത് CSI സഭയിലെ മലയാളി സാബു കോശി തിരുമേനിയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേരുന്ന ട്രസ്റ്റാണ് ഈ കാര്യങ്ങൾ, ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി. ഓരോ സഭകൾക്കും 5 വർഷം വെച്ചാണ് ഇതിൻ്റെ കാലാവധി. ഇപ്പം മലങ്കര കാതലിക്കിലാണ് ഇത് കൊടുക്കുന്നത്. അടുത്ത പ്രാവശ്യം സീറോ മലബാർ, ഓർത്തഡോക്സ്, അങ്ങനെ പോകും. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ നമ്മുടെ ജോഷമാർ നിക്കോദമസ് തിരുമേനിയാണ് ഇപ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് ഈ ട്രസ്റ്റിൽ അംഗമായിരിക്കുന്നത്. അപ്പോൾ പിതാവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മീറ്റിങ്ങുകളൊക്കെ കടന്നു വരും. പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച പിതാവ് വന്നില്ലെങ്കിൽ കൂടി പിതാവ് ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ ശനിയാഴ്ച എല്ലാ മാസത്തിൻ്റെ 2ാമത്തെ ശനിയാഴ്ച മുടങ്ങാതെ ഓർത്തഡോക്സ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. ഈ ഞായറാഴ്ചകളിലെല്ലാം എല്ലാ ഞായറാഴ്ചകളിലും ഓരോ സഭകളും മാറി മാറി ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. ഇവിടെ നമുക്ക് 2 സെൻറ്ററുകളുണ്ട്. ഒന്ന് റിട്രീറ്റ് സെൻ്ററാണ്. ഇവിടെ ക്യാമ്പുകളൊക്കെ ഇപ്പോൾ ഭയങ്കര മർത്തോമ സഭയിൽ ഒരു ക്യാമ്പ് 100 കുട്ടികളുടെ ഒരു ക്യാമ്പ് ഇവിടെ നാളെ വരുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ക്യാമ്പ് 200 പേർക്കോളം താമസിച്ച് ഇവിടെ ക്യാമ്പ്
നടത്താനുള്ള സൗകര്യവും അതുപോലെ തന്നെ വളരെ പ്രകൃതിരമണീയമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമെല്ലാം ചെയ്തു കൊടുക്കും. ആർക്കെങ്കിലൊക്കെ ഒന്ന് താമസിക്കണമെങ്കിലോ പള്ളി ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിലോ നേരത്തെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള ക്രമീകരണം നമ്മൾ ചെയ്യും. സെറാഫിൻ തിരുമേനി ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ബുക്കിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വിശുദ്ധ കുർബാനയിൽ കൃത്യമായിട്ട് നിയോഗങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ക്യാമ്പുകളുണ്ടെങ്കിൽ ഇവിടെ സംഘടിപ്പിക്കാൻ 200ഓളം പേർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ എല്ലാ ഇപ്പം ആദ്യമേ തന്നെ ഇത് വന്ന് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത് ആദ്യമായിട്ടായിരിക്കും എല്ലാവരും വന്നിരിക്കുന്നില്ലേ അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ വിശദമായി ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ശേഷം ഞങ്ങൾക്കായി അച്ഛൻ ചെറിയൊരു പ്രാർത്ഥന നടത്തി. അതിനുശേഷം ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം മധുവയുടെ തിരശ്ശീല മാറ്റി ത്രോണോസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുരിശ് പള്ളിയുടെ ഒരു സൈഡിലായിട്ടുള്ളിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ താഴെ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ തീർത്ഥാടന യാത്ര പൂർത്തീകരിച്ച് ഇനി ഉല്ലാസയാത്രയിലേക്ക് കടക്കുകയാണ്. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ ലഞ്ചിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം എന്ന് വിചാരിച്ചു. അത് വേറൊന്നുമല്ല, നമ്മുടെ പ്രശസ്തമായ തണ്ണിത്തോട് കുട്ടവഞ്ചിയാണ്. കോന്നി അടവി എക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. അതിനിടയിൽ ഫുഡിനെ പറ്റി പറയാൻ മറന്നുപോയി. ചെറിയ ഹോട്ടലായിരുന്നെങ്കിലും നല്ല ടേസ്റ്റുള്ള മീൽസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടവഞ്ചി കേന്ദ്രത്തിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് പോയിടത്തെങ്കിലും വന്നിട്ടില്ല. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുറേ താഴേക്ക് നടന്നു വേണം ഈ കല്ലാറിൻ്റെ തീരത്തുള്ള കുട്ടവഞ്ചിയിലേക്ക് എത്താൻ വേണ്ടി. ഞങ്ങളെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ കുട്ടവഞ്ചിക്കും ഓരോ നമ്പർ കിട്ടും. അതനുസരിച്ചിട്ടാണ് ഇവർ വിളിക്കുന്നത്. ഒരു കുട്ടവഞ്ചിയിൽ 4 പേർക്കാണ്, 4 പാസഞ്ചറിനാണ് പോകാൻ പറ്റുന്നത്. പിന്നെ അത് ഓടിക്കുന്ന ആളും 600 രൂപയാണ് 4 പേർക്ക് ഉള്ള ഒരു കുട്ടവഞ്ചിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. അരമണിക്കൂറോളമാണ് നമുക്ക് ഈ വെള്ളത്തിലൂടെയുള്ള യാത്ര. പത്തനംതിട്ട ജില്ലയിലായിരുന്നിട്ട് പോലും ഞങ്ങളിൽ പലരും ആദ്യമായിട്ടാണ് ഈ കുട്ടവഞ്ചി സവാരിക്ക് വരുന്നത്. ഞങ്ങളുടെ ടീമിൽപ്പെട്ടവരും കയറി തുടങ്ങിയിട്ടുണ്ട്. കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അറിയില്ല ഞാൻ ഇടത്തില്ല. അടുത്ത കാലം എടുത്ത് വെച്ചോ. അത്തരം കാര്യം നടക്കുന്നതാണ് വിഷയം. എന്നാ പിന്നെ ഈ ഹൈറ്റ് ഉള്ളത്തെ ഇരിക്കുക, അത് അവർക്ക് ഇരിക്കാവുള്ളൂ. ഹലോ, ഓക്കെ ബൈക്കിലോട്ട് പോലെ ബൈക്കിലോട്ട് ചാർജ്
ബാലൻസ് ബാലൻസിന്റെ അല്ല നമ്മൾ ഒഴുക്കിനെതിരെയാണ്. ഞങ്ങളുടെ കുട്ടവഞ്ചി നിയന്ത്രിച്ചിരുന്ന വിൽസൺ എന്ന ആൾ വളരെ ഒരു രസികനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വഞ്ചിയിൽ കയറാൻ പേടിയുള്ളവർക്കും പേടിക്കാൻ സമയം കിട്ടിയില്ല. അതിൽ കുറച്ച് ഫലിതങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കേൾപ്പിച്ചു തരാം. എൻ്റെ പേര് വിൽസൺ എന്നാണ്. ഈ ആറിന്റെ പേര് കല്ലാണ്. ആ, നമ്മൾ ഒന്നിച്ച് വന്നവരാണ്. ഞങ്ങൾ ഒന്നിച്ച് എത്ര പേരാണ്? ഞങ്ങൾ 24 പേര്. ഓക്കെ. ഇത് എന്താണ് ഫാമിലി ടൂറാണ്. ഫാമിലി 11 വർഷമായി നമ്മൾ ഇത് തുടങ്ങിയിട്ട്. കല്ലാണ്. പേടിച്ചൊന്നും ഇരിക്കണ്ട ആരും കേട്ടോ. ഈസി ആയിട്ട് ഇരിക്കും. ഇത് ഡീപ്പാണോ അതോ ആഴമുണ്ടോ? ഇത്ര ഡീപ്പുണ്ട്. ബാക്കിയൊക്കെ 2 അടി 3 അടി വേണ്ടേ ഉള്ളൂ. യാതൊന്നും പേടിക്കണ്ട. സാറ് ഇച്ചിരി ഇങ്ങോട്ട് അടുപ്പിക്കും. കാല് മൂത്ത് വെച്ചേക്കാം. ഇത് കാടുകളിൽ നിന്ന് ഉൾക്കാടുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. ഒഴുക്കുണ്ടോ? ഒഴുക്കിനെതിരെ നമ്മൾ കയറി പോകുന്നു. അങ്ങോട്ടാണ് ഒഴുക്കിനെതിരെയാണ്. അങ്ങോട്ടാണ് തിരിച്ചു വരാൻ പ്രയാസമില്ല. അങ്ങോട്ട് പോകാം. കുട മൂത്ത് പിടിക്കാവോ? പുള്ളിക്കാരൻ ഗോൾ അടിച്ചു. വെയിറ്റ് കുറവ്. ആള് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലാണ്. കുഴപ്പമില്ല. 4 പേരെ വരെ മാക്സിമം കൊണ്ടുപോകാം. എത്ര വെയിറ്റ് ആയാലും. ഞാൻ രസം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ചിലരെ കണി കാണുന്നൊക്കെ പറയുന്ന ചില വിശ്വാസമില്ല. അങ്ങനെ പറയുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് വെയിറ്റ് ഉള്ളവരെ മാത്രമേ കിട്ടത്തുള്ളൂ. തിരിച്ചു പുള്ളിക്കാരൻ ഗോൾ അടിച്ചു. അല്ല അത് അല്ല, ഇത് 4 കുഞ്ഞുങ്ങളായിരിക്കുന്നത്. എനിക്ക് 4 കുഞ്ഞുങ്ങളായിട്ടാ തോന്നുന്നത്. ഇത് ബാല്യം സൂക്ഷിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. ബാല്യത്തിലെ കുഞ്ഞുങ്ങളാന്നാ പറയുന്നത്. വയസ്സാകുമ്പോ കുഞ്ഞുങ്ങളാവുമല്ലോ. ഇങ്ങനെ വേണം കേട്ടോ. ചിരിച്ച് രസമായിട്ട് പോകണം. നമ്മളെ മൂലം അവര് വരെ ചിരിച്ചു കേട്ടോ. അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരി ഉണ്ടെങ്കിലും ഉള്ളു കത്തുവാ. സത്യമാ പറഞ്ഞത്. ഇങ്ങനെ ഒരാളെ കിട്ടിയതിന് പുണ്യം ചെയ്യും. അല്ല, സ്വന്തം അല്ലാത്ത ഉണ്ടോ അപ്പൊ? അത് പറഞ്ഞു മാറി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 2 ഭാര്യമാരുണ്ടെങ്കിൽ ആണുങ്ങളുടെ ജീവിതം കുറെ സന്തോഷകരമാണ്. അത് ഇവര് സമ്മതിക്കത്തില്ലല്ലോ. എന്താ കാരണമെന്നറിയോ? വഴക്ക് ഇവര് തമ്മിലായിക്കോളും. ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ അടുത്തായിരിക്കും. വലിയ പാടാ കൊണ്ട് നടക്കാം. പക്ഷെ ഇത് ഇവര് മൂലമാണ് നമ്മളിങ്ങനെ പറയേണ്ടി വന്നത്. കഷ്ടപ്പെടേണ്ടി വന്നത് ഇവര് മൂലമാണ്. കാരണം അറിയാവോ? അന്ന് ഏതൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞായിരുന്നു ആ പഴം മാത്രം പറിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ മുതലുകൾ അത് പറിച്ച് നമുക്ക് തന്നുകൊണ്ടായി തൊഴേണ്ടി വന്നു. അല്ല, തിരിച്ചില്ലേലും പ്രശ്നം നടക്കും. അതാ പറഞ്ഞത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിടിച്ച് വേദന. ഇപ്പൊ വേദന അതല്ല ഇവർക്ക് അറിയണോ? അതെ, ബ്രേക്ക് ഇട്ടു. അത്രേ ഉള്ളൂ. ചോദ്യം ഇതാണ്, നമ്മൾ കറങ്ങിയത് എന്തിനാണെന്ന് പറയുന്നത്. ഇനിയിപ്പോ ചോദ്യം ഒന്നും കേൾക്കുന്നില്ല. കറക്കം ഇത് കരക്ക് എത്തുമോ? എല്ലാവരും ഒന്ന് കണ്ടോട്ടെന്ന് വെച്ചാണ്. അതിന് 10 മാർക്ക് വേണം. അതല്ല വേറെ ഉത്തരം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ചിലര് പറയും വീഡിയോ എടുക്കാൻ കറങ്ങി, ചിലര് പറയും തിരിച്ചു പോകാൻ കറങ്ങിയാണ്, ചിലര് പറയും രസത്തിന് കറങ്ങി. ഒന്നുമല്ല, പറയട്ടെ. നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോ ആരേലും ചോദിക്കും നിങ്ങൾ എവിടെ പോയാൻ ചോദിച്ചാൽ കറങ്ങാൻ പോയെന്ന് പറയാലോ. അപ്പൊ കറങ്ങുകയും ചെയ്തു. അതിനുവേണ്ടി ഇപ്പൊ നമ്മളെ കറക്കിയത്. സംശയമുണ്ട്, ഈ വീഡിയോ കാണിച്ചു കൊടുക്കും. അതെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ വാസ്തവത്തിൽ 2 കറക്കം കറങ്ങി. കൊട്ടവഞ്ചിയിൽ 1 കറങ്ങി, ചോദ്യം ചോദിച്ച് ഞാൻ കറക്കി. ഇല്ലയോ? അതെ ചോദ്യം ചോദിച്ച് കറങ്ങിയില്ല. ഇത് തണ്ണിത്തോട്ടിലോട്ട് പോകും. തണ്ണിത്തോട്
യാത്ര ഇഷ്ടപ്പെട്ടല്ലോ? ഓക്കെ, താങ്ക് യു. വാഷ്റൂം ഒക്കെ ആവശ്യൻ്റെ മേലിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൽക്കാലം കുട്ടവഞ്ചിയോട് വിട പറഞ്ഞ് ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണീറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഇനി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മണ്ണീറ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ മണ്ണീറ വെള്ളച്ചാട്ടം. വനത്തിലെ കൊച്ചു കൊച്ചു അരുവികൾ കൂടിച്ചേർന്ന് മണ്ണീറ എത്തുമ്പോഴേക്കും അതൊരു വെള്ളച്ചാട്ടമായിട്ട് രൂപാന്തരപ്പെടുന്നതാണ്. വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ ഒഴുക്ക് നിലയ്ക്കാറില്ല. മറ്റ് കേരളത്തിലെ വലിയ വെള്ളച്ചാട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൊച്ചു വെള്ളച്ചാട്ടമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ സൗന്ദര്യം മനസ്സ് കുളിർപ്പിക്കുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്നത് പോലെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇവിടെ ഇറങ്ങി സുരക്ഷിതമായി നീരാടാം എന്നുള്ളതാണ്. അപകട സാധ്യത തീരെയില്ലെന്ന് തന്നെ പറയാം. കാരണം വഴുക്കലില്ല, ആഴമില്ല. ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാര്യക്ഷമമായി നടപ്പാക്കിയാൽ തീർച്ചയായും ഇവിടത്തേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ അതിൻ്റെ കീഴിൽ നിൽക്കാൻ ആർക്കും കൊതി തോന്നും. പക്ഷേ അതിൻ്റെ തയ്യാറെടുപ്പോടുകൂടി വരാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എങ്കിലും സ്ത്രീകളൊക്കെ ചെറിയ രീതിയിൽ അതിലിറങ്ങി പാദങ്ങളൊക്കെ നനച്ചു, മുഖമൊക്കെ നനച്ചു, അതിൻ്റെ കുളിർമയൊക്കെ അനുഭവിച്ചു. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. വെള്ളത്തിലിറങ്ങിയവർക്ക് ആർക്കും തിരിച്ചു കയറണമെന്ന് ആഗ്രഹമില്ല. മറ്റുള്ളവരെ കൂടെ വിളിച്ച് ഇറക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിയുള്ളവർ കരയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് സ്വറ പറഞ്ഞ് രസിക്കുകയാണ്. ഒരു ഫോട്ടോ ഇടാം. അങ്ങനെ ഞങ്ങൾ മണ്ണീറ വെള്ളച്ചാട്ടത്തോടും തൽക്കാലം വിട പറയുകയാണ്. അവിടെ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടം ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ തോടായി ശാന്തമായി ഒഴുകുന്നു.
വെള്ളച്ചാട്ടത്തിലൊന്ന് നീരാടാൻ സാധിക്കാത്തതിൻ്റെ മോഹഭംഗം പലർക്കും ഉണ്ട്. എങ്കിലും സാരമില്ല, ഇനിയൊരിക്കലാകാം എന്ന് മനസ്സിനെ സാന്ത്വനിപ്പിച്ചു. വരും വഴിക്ക് ഗ്രീൻ പാർക്ക് റെസ്റ്റോറൻറ്റ് എന്ന ഒരു ചായക്കടയിൽ കയറി ചായയും കടിയും ഒക്കെ കഴിച്ചു. വളരെ മനോഹരമായ ഒരു ട്രിപ്പായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്, എനർജറ്റിക്കാണ്. ഇനിയും ഇതേപോലെ ഒരു ട്രിപ്പ് എവിടേക്ക് എന്ന് പോകണം എന്നുള്ള ആലോചനയോടുകൂടി ഞങ്ങൾ ഊന്നുകല്ലിലേക്ക് മടങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.